guys, welcome back to our Pachu Vlogger. Zombie apocalypse. ഇന്നത്തെ വീഡിയോ വീഡിയോ ആണ്. നമ്മൾ പുതിയ വീഡിയോ പാർട്ട് 9 ആണ് ഗൈസ്. ഇന്ന് നമ്മൾ പോണത് ദമാം ടു റിയാദ് ആണ്. ഇപ്പൊ നമ്മൾ ദമാമിൽ പുറപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ഇന്ന് കാറിന്നാണ് നമ്മൾ ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. ഇപ്പൊ റിയാദ് റോട്ടിക്ക് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. റിയാദ് റോട്ടിക്കൂടെ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടില്ലേ, വളവ് ഇങ്ങനെ കയറി ഇങ്ങനെയൊക്കെ പോയോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ വൈബാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കുക, സബ്സ്ക്രൈബ് ബെല്ലൈക്ക് ഉണ്ടാവും. ഓൾ ഓപ്ഷൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. നമ്മുടെ കൂടെ നമ്മൾ ജംഷിക് ഉണ്ട് ഗൈസ്. ജംഷിക്കോയ് യെസ്, ഇത് കേട്ടോ റിയാദ് റോഡ്. ഓക്കെ ഗൈസ്, വൈബാണ്. നേരെ സ്ട്രൈറ്റ് കുറച്ച് വളമൊക്കെ ഉള്ള റോഡാണ്. 4 മണിക്കൂറുണ്ട് കേട്ടോ ഇവിടുന്ന് റിയാദക്ക്, ദമാം ടു റിയാദ്. നമ്മളിതാ പെട്രോൾ അടിക്കാൻ നിർത്തിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ ഓരോ ഹോട്ടലും സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉണ്ട്. പെട്രോൾ അടിക്കാം ഗൈസ്. ഓക്കെ, പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ റിയാദ് പോണ ഈ റോട്ടിൽ ഗൈസ് ആകെ സ്പീഡ് 140 ഗൈസ്. ഇവിടെയൊക്കെ 140 നിസ്സാരം. ഇനി കുറെ കൂടി വരും ഗൈസ്. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ഓരോരോ സൈഡിലേക്ക് ഓരോ സ്പീഡ് അനുസരിച്ച് കൊടുക്കും. അത് അതിനനുസരിച്ച് ഓടും. അല്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് ആ ബോർഡിനനുസരിച്ച് ഓടിയില്ലെങ്കിൽ നമുക്ക് ക്യാമറ അടിച്ച് ഫൈൻ കിട്ടും ഗൈസ്. അപ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. നമ്മളെന്താ റിയാദ് കവാട് കടന്നു കിട്ടോ. ഓക്കെ ഗൈസ്, കടന്നു കഴിഞ്ഞു. വീടൊക്കെ കുറച്ച് നേരം വൈകി. ഓക്കെ, നമ്മൾ പോവാണ്. കണ്ടില്ലേ? ഓക്കെ, രണ്ടാമത്തെ പെട്രോൾ പമ്പിലെ കയറി കണ്ടു. ഇപ്പോൾ നമ്മൾ വന്നിട്ടൊരു 2 മണിക്കൂർ ഇരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇനിയുണ്ട് 2 മണിക്കൂർ ഗൈസ്. ഓക്കെ, നമ്മൾ അടുത്ത പെട്രോൾ പമ്പിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. ചില്ലാണ്, നല്ല ലൈറ്റും ഒക്കെ പൊളി സംഭവം കേട്ടോ. പുറത്തിറങ്ങിക്കാണ് കേട്ടോ. നമ്മൾ ടോയ്ലറ്റ് ഫ്രഷ് ഒക്കെ ആവാൻ വേണ്ടി ഇറങ്ങിക്കാണ്. ഞാൻ ഉള്ളിലിരിക്കുമ്പോൾ വണ്ടി കാറിനുള്ളിലിരിക്കുമ്പോൾ ഗൈസ് തണുപ്പില്ല വിചാരിച്ച് അതിന് കോട്ടൊക്കെ ഉരി വെച്ചിരിക്കുന്നത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഗൈസ് ഭയങ്കര തണുപ്പ്, വല്ലാതെ തണുപ്പ് ഗൈസ്. ഞാൻ തണുപ്പ് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ വിചാരിച്ചു നാട്ടിലത്തെ ഇങ്ങനെ തണുപ്പൊന്നുമില്ല, നാട്ടിൽ ചെറിയൊരു തണുപ്പാണ്, സാധാരണ തണുപ്പ് അങ്ങനെയുള്ള വിചാരിച്ച്. പക്ഷേ എൻ്റെ മോനെ എനിക്ക് പറയാൻ പറ്റാത്ത തണുപ്പ് ഗൈസ്, അത്ര തണുപ്പുണ്ട് ഗൈസ്. ഓക്കെ, ജംഷികാക്ക് എന്താ ഒരാൾ തണുപ്പിനെ കുറിച്ചിട്ട് പറയൂ. തണുക്കുണ്ട്, നല്ല തണുപ്പുണ്ട് ഗൈസ്. എന്താ ഗൈസ് ഇപ്പൊ പറ, തണുപ്പ് എങ്ങനെ ഉണ്ട്? സൂപ്പർ തണുപ്പല്ല, തണുപ്പാണ് ആണ് ഗൈസ്. ഡാഡി നമുക്ക് ബാക്കി വിശേഷം അറിയാം ഗൈസ്. നോക്ക്, ജെസിലിക്ക സ്പോൺസർ ചെയ്ത് തന്ന കേക്ക് ഉണ്ട് കേട്ടോ ഇവിടെ. ചോക്ലേറ്റ് കേക്ക് നമ്മളിതാ പുറപ്പെടാണ്. ഓക്കെ, അപ്പോൾ വെച്ചാല് നമ്മളങ്ങനെ 3ാമത്തെ പെട്രോൾ പമ്പിൽ എത്തിരിക്കുകയാണ്. ഇപ്പോൾ റിയാദ് ഇനി ഇവിടുന്ന് എത്രയോ 100 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. ഇവിടുന്ന് ഇനി ഒരു 5 മണിക്കൊക്കെ എത്തും എന്ന് പ്രതീക്ഷിക്കാം ഗൈസ്. 5:15 ആയിട്ട് എത്തും ഗൈസ് നമ്മൾ. അപ്പോൾ വൈബാണ്. നമ്മളത് പെട്രോൾ പമ്പ് ഇറങ്ങും, എന്നിട്ട് ഒന്ന് ഫ്രഷ് ആവും, എന്നിട്ട് ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒന്ന് പോവുക ഗൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ്. അപ്പോൾ പവറാണ്. ഇവിടെ കുറച്ച് തണുപ്പുണ്ട് ഗൈസ്. ഓക്കെ, വൈബാണ്, ചില്ലാണ് ഗൈസ്. ഇപ്പം നമുക്ക് നമ്മൾ ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്. ഓക്കെ, നമ്മൾ റിയാദ് ചെക്ക് പോയിന്റ് കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ റിയാദ് ചെക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇവിടെ സൂര്യൻ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈബാണ്, ചില്ലാണ്, മച്ചന്മാരെ പൊളിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാമല്ലോ, ലൈക്ക് ചെയ്യണം. ഓക്കെ, വൈബ് അടിക്കുക, പിന്നെ കമൻറ്റ്സ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ബാക്കി അറിയാം ഗൈസ്. ഓക്കെ, വൈബാണ്. ഇത് കുറേ നൊസ്റ്റാൾജിയുള്ള സ്ഥലമാണ് റിയാദ്. നമുക്കതൊക്കെ ഒന്ന് ഓർക്കാം ഗൈസ്. സങ്കടം. അപ്പോൾ അവിടെ തിരികണം ഗൈസ്. ഓക്കെ, ാണ് എൻ്റെ ഉപ്പാൻ്റെ ഒരു കുറേ ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് റിയാദ് ഗൈസ്. ഉപ്പ ഇവിടെ കുറേ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ പണ്ട് കുറേ ജോലി ചെയ്തിട്ടുണ്ട് ഉപ്പ. അങ്ങനെയുള്ള
റിയാദ്. നമ്മൾ പോവുകയാണ് ഗൈസ്. ഒന്ന് പോയിട്ട് നമ്മൾ കുറച്ചൊന്ന് ഉറങ്ങും, എന്നിട്ട് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ ബാക്കി സ്ഥലത്തേക്കൊക്കെ പോകണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാണ്. നമ്മുടെ ജംഷിക്ക ഉണ്ട്, ഉപ്പ ഉണ്ട് ഗൈസ്, വൈബാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അതാ റിയാദിൽ നിന്ന് ഇങ്ങനെ എത്തി. ഓക്കെ, നമ്മളെ റോട്ടിൽ കൂടെ പോവാണ്. നല്ല മഞ്ഞ ലൈറ്റ് ഗൈസ്. ഓക്കെ, ഞാൻ നാട്ടിൽ നിന്ന് ആഗ്രഹിക്കുന്ന സംഭവത്തെ അറിയാം. നമ്മൾ മഞ്ഞ ലൈറ്റ് കൂടെ ഒക്കെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ ഗൾഫിലാണല്ലോ മഞ്ഞ ലൈറ്റൊക്കെ ഉണ്ടാവുക. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. അത് നടന്നു കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അൽഹംദുലില്ലാ. നല്ല ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഗൈസ്. എൻ്റെ സ്വപ്നമായിരുന്നു ഉമ്മൊപ്പം ഒക്കെ താമസിച്ച സ്ഥലത്തേക്കൊക്കെ ഒന്ന് വരണം. ഓക്കെ, അത് നടന്നു കിട്ടിയാലും അൽഹംദുലില്ലാ. അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ കഴിച്ചത് റിയാദ് അവിടെ എത്തി കേട്ട്. റിയാദ് ഇങ്ങനെ പോയ സമയത്ത് കണ്ടില്ലേ, ഒരു ലൈറ്റ് ഇങ്ങനെ പരന്നിട്ട് ഇങ്ങനെ ലൈറ്റ് ഗൈസ്. അടിപൊളി കാഴ്ച എന്ന് വീഡിയോയിൽ ഇങ്ങനെ കാണാൻ അറിയാം. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഗൈസ് വേറെ ലെവൽ സംഭവം കേട്ടോ. പരന്ന ലൈറ്റൊക്കെ എഴുതിയിട്ട് പൊളി സംഭവം ഗൈസ്. ചോര ഇതാട്ടോ മെട്രോ റെയിൽവേ. ഇത് സ്റ്റാർട്ടായിട്ടില്ല കേട്ടോ, മെട്രോ സ്റ്റാർട്ടായിട്ടില്ല. ഓക്കെ, ഇതാട്ടോ മെട്രോൻ്റെ സ്റ്റേഷൻ. അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ്. ഓക്കെ, നമ്മളിത് റിയാദ് എത്തി. റിയാദ് ടൗണിലാണ്. ഓക്കെ, നമ്മളിതാ പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ താമസിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് ഒന്ന് ഫ്രഷായി രാവിലെ എണിച്ചിതാ ഒരു 11 മണിക്കൊക്കെ നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ നേരെ ബത്തേക്ക്, അവിടുന്ന് പിന്നെ കുറച്ച് സ്ഥലങ്ങൾ കാണും ഗൈസ്. അങ്ങനെയാണ് റിയാദ് മുഴുവൻ നമ്മളൊന്ന് കറങ്ങാൻ പോവാണ്. വൈബാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ പാർക്ക് പോലെ ഇങ്ങനെ ആക്കി അവര് ഫുള്ള് പാർക്കിംഗ് അല്ലേ, ഇങ്ങനെ നല്ല അടിപൊളിയാക്കി. ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയാണ്. ഇതിന്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഗൈസ് ഇതാട്ടോ തീരപ്പള്ളി, തലവെട്ടണ പള്ളിയാണ്. വലിയ കുറ്റങ്ങളൊക്കെ ചെയ്ത തലവെട്ടണ പള്ളി. ഇവിടെ നമുക്ക് നല്ല മഴ ഉണ്ട്. ഗ്ലാസ് തുറന്ന് വീടെടുക്കാനും പിന്നെ പുറത്ത് ഇറങ്ങി വീടെടുക്കാനൊന്നും പറ്റിയില്ല. അതിന് സോറി പറയാണ്. ഇതിനുള്ളിലാണ് തലവെട്ട ഗൈസ്. ഓക്കെ, ഗൈസ് ഇത് കണ്ടോ, ഇതാട്ടോ ഉമ്മയുടെ റൂമിൻ്റെ മുമ്പിലുള്ള ഒരു വലിയൊരു മാളാണ് കേട്ടോ ഇത്. ഇതിൽ പുള്ളിയിലൊക്കെ ഒരു ലുലുമാളൊക്കെ വന്നിട്ടുണ്ട്. 7 വർഷം മുന്നേ ഉമ്മ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് സാധനം മേടിക്കാനൊക്കെ വരാറുണ്ട്. ഇതാണ് കേട്ടോ ബത്ത എന്ന സ്ഥലത്താണ് ഇത്. ഓക്കെ ഗൈസ്, അതല്ലേ ഉമ്മയുടെ റൂം. ഉമ്മയുടെ ആദ്യത്തെ റൂം, ഷാദുക്ക ഉണ്ടായ റൂം. ഇത് വലിയൊരു ഫ്ലാറ്റാണ്. ഇതെന്ന് ഒന്നാമത്തെ റൂം. പിന്നെ ഉമ്മ ലീവിൽ നാട്ടി പോയിട്ട് പിന്നെ വന്നിട്ട് ഇതിനുള്ളിൽ തന്നെ വേറെ റൂമുണ്ട്. അത് നിങ്ങൾ കുറച്ചിനെ കാണും ഗൈസ്. ഓക്കെ, ആണ് രണ്ടാമത്തെ റൂം. അതിലാണ് ഹാദിക്കാക അങ്ങനെ 15 കൊല്ലം വിരാജിച്ച ബിസിനസ് നടത്തിയിരുന്ന അതെന്ന് വെച്ചാൽ നമ്മള് ഉപ്പാടെ പണ്ടത്തെ റിയാദിന്റെ പണ്ടത്തെ റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. നല്ല നല്ല നൊസ്റ്റാൾജിയാട്ടോ ഇവിടെയൊക്കെ. ഇതായിട്ട് റൂം. ഇപ്പോൾ പണ്ട് റിയാദിൽ താമസിച്ച റൂമാണ് ഗൈസ്. ഇത് കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഗൈസ് നമുക്കൊക്കെ. ഓക്കെ, ഇറങ്ങിയിരിക്കുകയാണ്, പോവാണ് കേട്ടോ. അങ്ങനെയാണ് വിശേഷങ്ങൾ. ഉപ്പാക്കുമ്മാക്കൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഈ റൂമൊക്കെ കാണുമ്പോൾ. എൻ്റെ മൂത്തക്ക ഷാദുക്കാക ഇവിടെ ഉണ്ടായിരുന്നു, ഹാദിക്ക ഉണ്ടായിരുന്നു. ഹാദിക്കൊക്കെ നാട്ടിലാണ്. ഈ വ്ലോഗ് എൻ്റെ 2 കാകമാർ കാണുന്നുണ്ടെങ്കിൽ കാകമാരെ മിസ് ചെയ്യുന്നുണ്ട്. 2 ആൾക്കാരനെ മിസ് ചെയ്യുന്നുണ്ട്. ഈ വ്ലോഗിൻ്റെ കാകമാർ കാണുന്നുണ്ടെങ്കിലാണ് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങൾ അറിയാം. വൈപ്പിക്കണ്ട കേസ്. ഓക്കെ കേട്ടോ, ഇപ്പോൾ താമസിച്ച വലിയ ഫ്ലാറ്റ്. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ റൂമാണ് നമ്മൾ നേരത്തെ കണ്ടത്. അതാ ആ ഡോർവേ. പിന്നെ ഇപ്പോൾ ഇതാ 3ാമത്തെ റൂം. അല്ല, ഫസ്റ്റ് വന്നപ്പോൾ നിന്ന റൂമാണ് ഇതാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് 1ാമത്തെ ഫ്ലോറിലാണ് ഉപ്പാടെ. ഉള്ളിൽ കൂടെ പോകാൻ പറ്റില്ല. അവിടെ കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് എൻട്രൻസിൽ. അതുകൊണ്ട് നമ്മൾ കയറിയില്ല. അപ്പോൾ 2ാമത്തെ റൂമിൽ നമ്മൾ കയറി. അപ്പോൾ വൈബാണ്. ഓക്കെ, ഇങ്ങോട്ട് വന്ന പിന്നെ എന്താ വൈബ് ഗൈസ്.
എൻ്റെ മോനെ റിയാദ് പുള്ളി പറഞ്ഞ വേറെ ലെവൽ സ്ഥലമാട്ടോ റിയാദ്. കണ്ടില്ലേ, നൈസ് റോഡും നൈസ് ഒക്കെ എന്താ പറയേണ്ടിന്നറിയാം, അടിപൊളി സ്ഥലം. കണ്ടില്ലേ, ഇങ്ങനെ സംഭവം. നമ്മളിപ്പോൾ ഇവിടുന്ന് കയറി വന്നപ്പോൾ എൻ്റെ മോനെ ഇത് ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്, നടക്കണം ബ്രിഡ്ജ്. അതൊന്ന് നമുക്കൊക്കെ പൊള്ളിട്ടോ, പൊള്ളി സംഭവം വേറെ ലെവൽ ഇട്ടോ ആണല്ലേ. അപ്പുറത്ത് പാലും ഒക്കെ വേറെ ലെവൽ, പൊളി അടിപൊളി ഗൈസ്. അത് കണ്ട അതാട്ടോ ഫൈസില്യ ബിൽഡിങ്. ഓക്കെ, ബോൾ വെച്ച് അങ്ങനെയാണ്. ഇപ്പം നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോണത്, ഫൈസില്യ ബിൽഡിങ്ങിലേക്ക്. ഇപ്പം 10 ഇറങ്ങി ഇപ്പം നമ്മൾ ഫൈസില്യ നേരെ ബിൽഡിങ്ങിലേക്ക് പോവാണ്. അപ്പം അങ്ങനെയാണ് വിശേഷം ഗൈസ്, വൈബ്. മച്ചാറി ഇതാട്ടോ ഫൈസില്യ ടവർ. ഇതിനുള്ളിൽ ഒന്നും കാണാനില്ലാണ്ട് നമ്മൾ ഇതിനുള്ളിൽ ഒന്നും കയറിയില്ല. പിന്നെ നമ്മൾ കയറിയത് കിങ്ഡം ടവറിലാണ് കയറിയത്. ഓക്കെ, അത് ഇപ്പം നിങ്ങൾ കാണും. ഓക്കെ ഗൈസ്, അത് കണ്ടോ ഒരു ബനിയൻ ഷേപ്പിലൊരു ബിൽഡിങ്. ഞങ്ങൾ വിളിക്കാറ് ബനിയൻ ബിൽഡിംഗ് ആണ്, പക്ഷെ അതിന് പേരാണ് കിങ്ഡം ടവർ ഗൈസ്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോണത്. കണ്ടില്ലേ, ഒരു ബനിയൻ ഷേപ്പിലൊരു ബിൽഡിങ് ഗൈസ്. അങ്ങനെയാണ് സംഭവം. ഓക്കെ ഗൈസ്, പിന്നെ ഈ കിങ്ഡം ടവറിൽ തന്നെ 99 നിലകളുള്ള ഒരു ടവറാണ് കേട്ടോ ഗൈസ്. നമ്മളിതാ കിണ്ടത്തിന്റെ അവിടെ തിരിക്കുകയാണ്. കിണ്ട കണ്ട് ഇങ്ങനെ ഒറ്റ സംഭവം, വലിയൊരു സംഭവം കിണ്ടത്തിൽ കയറാൻ പോവാണ് ഗൈസ്. അപ്പോൾ ആയിരിക്കും വെൽക്കം ഗൈസ്, നമുക്ക് പോകാം ഗൈസ്. കമോൺ, വൈബാണ്. കണ്ടില്ലേ, എന്തോ ഇത് പോയി എന്താ പറയിട്ട് തറിയില്ല ഗൈസ്. ആദ്യമായിട്ടാ പുളി ഒരു വിലപ്പം സാധനം കേട്ടോ. കണ്ടില്ലേ, ഇത് സൈഡ് ഭാഗമാണ് കേട്ടോ. നമുക്ക് ഗൈസ് കണ്ടോ, ഒരു വെൽക്കമായിട്ട് അവിടെ സൈഡിലൊക്കെ ആയിട്ട് ഫ്ലവേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. നല്ല ഒരു ബ്യൂട്ടിഫുൾ ആണ് അത്. പിന്നെ നമ്മളത് കിണ്ട ടവറിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ് ഗൈസ്. ഓക്കെ, പക്ഷേ നമ്മൾ കിണ്ടത്തിൻ്റെ ഉള്ളിൽ കയറിക്കാണ് കേട്ടോ. ഇത് കണ്ടു, കിണ്ടാണിത്. ഓ മൈ ഗോഡ് ഗൈസ്, ജാതി വലിപ്പുള്ള സാധനം. ഓ ഓ ഓ മൈ ഗോഡ്, എന്താ പറയേണ്ടതെന്നറിയില്ല ഗൈസ്. പൊളി കിടക്കുകയാണ്. കണ്ടില്ലേ, നമ്മളിതാ 2ാമത്തെ നിലയ്ക്ക് എത്തിരിക്കുകയാണ്. കണ്ടില്ലേ, അപ്പോൾ ഇപ്പം നിൽക്കുന്ന ഇവിടെ ഈ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ്റെ ഷോപ്പാണ് ഗൈസ്, ലൂയി വിട്ടൻ. അത് തുറന്നിട്ടില്ല കേട്ടോ, തുറക്കും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പോകും ഗൈസ്. ഓക്കെ, നമ്മളിതാ കിങ്ഡം ടവറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം നമ്മൾ ഫൈസൽ ടവർ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, മുകളിൽ കണ്ടില്ലേ, ഇവിടെ അത് കണ്ട, അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് വിശേഷങ്ങൾ. കിങ്ഡം ടവറിൽ നമ്മൾ ഉള്ളിൽ മാളിൽ ആ ഭാഗമൊക്കെ ആയിട്ട് നമ്മൾ കയറി എക്സ്പ്ലോർ ചെയ്തു. പിന്നെ നമ്മളെ കിങ്ഡം ടവറിലെ ഏറ്റവും മുകളിൽ അങ്ങോട്ട് പോകാൻ നോക്കി. സ്കൈ വ്യൂ ബ്രിഡ്ജിലേക്ക് പോകാൻ നോക്കി. അവിടെ 4 മണി ടു 11 മണി വരെ, വൈകുന്നേരം 4 മണി ടു ഫ്രൈഡേ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് 4 മണി ടു രാത്രി 11 മണി വരെയാണ്. അതുകൊണ്ട് ക്ലോസ് ആണ് നമ്മളിപ്പോൾ പോയപ്പോൾ, അതുകൊണ്ട് കയറാൻ പറ്റില്ല കേസ്. ഇപ്പം നമ്മൾ ഫൈസൽ ടവറിൻ്റെ അവിടെ നിൽക്കുകയാണ്. വൈബാണ്. അപ്പോൾ എന്താ നിങ്ങളെ വർത്താനമൊക്കെ സുഖമല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എൻ്റെ കുറേ ആഗ്രഹമായിരുന്നു അത് വരണം. ഓക്കെ, അൽഹംദുലില്ലാ അത് നടന്നു കിട്ടി ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പം മഴ ചാറ് നമുക്ക് കാറുള്ളിലേക്ക് പോകാം ഗൈസ്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ നിങ്ങൾ ഇനി കാണാൻ പോണത് എൻ്റെ ഉപ്പ 25 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഗൾഫിക്ക് വന്നതിൻ്റെ ഷോപ്പാട്ടത്, മനാസിൽ. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോണത് എൻ്റെ ഉപ്പാടെ കുറച്ച് ഇതുപോലത്തെ ഷോപ്പുകളും പിന്നെ ഇപ്പോൾ 25 വർഷം മുന്നേ താമസിച്ച വീടുകളും ഒക്കെയാണ് നിങ്ങൾ കാണാൻ പോണത്. പിന്നെ എൻ്റെ ഉമ്മ വന്നതിൻ്റെ ശേഷമാണ് ബത്തയിലേക്ക് മാറിയത് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ഇത് എൻ്റെ ഉപ്പൊക്കെ വർക്ക് ചെയ്തൊരു ഷോപ്പാണ് ഗൈസ്. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ അതിൻ്റെ ഉൾഭാഗം. ഇതിന് ഷോപ്പിൻ്റെ പേര് നെഹ്വി ബുക്ക് ഷോപ്പ്, ഹോൾസെയിലിൻ്റെ ഇതാണ് മെയിൻ ഷോപ്പായിട്ടത്. ഇത് ഉള്ളിൽ ചെറിയൊക്കെ പൊട്ടലുണ്ടെങ്കിലും പുറത്ത് അതേ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ഉണ്ട് ആ ബിൽഡിങ് ഒക്കെ. ഇപ്പം അതൊക്കെ ഓർക്കാനായി ഗൈസ്.
മച്ചോനെ ഇതാട്ടോ ഉപ്പ താമസിച്ച റൂം, ബാച്ചിലർ താമസിച്ച റൂമാണ് ഉപ്പ ഇത്. അങ്ങനെ ഇത് ഉള്ളിലൊക്കെ കുറച്ചൊക്കെ പൊട്ടിയുണ്ട്, പക്ഷേ ഇത് പുറത്തൊക്കെ അങ്ങനെ അതേപോലെ ഉണ്ട് കേട്ടോ. ഇത് ഉപ്പാക്ക് ഇതിനുള്ളിൽ കാണണമെന്നുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ അതിനുള്ളിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അതിനുള്ളിൽ കണ്ടോ കുറച്ച് എല്ലാം പൊട്ടിയൊക്കെ ഉണ്ട്, പക്ഷേ പുറഭാഗം അങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ്. ഇതിൽ ഉപ്പ അതിനുള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കിങ്ങനെ പതുക്കെ ഇങ്ങനെ കയറാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് ഉപ്പും ഉപ്പാൻ്റെ ഫ്രണ്ട്സും കൂടി താമസിച്ച ഒരു റൂമാണ് കേട്ടോ ഗൈസ്. ഇത് ഉപ്പാക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഗൈസ് ഇതൊക്കെ കാണാൻ. ഓക്കെ ഇവിടെ എല്ലാവർക്കും സംഭവം അവിടെ ഫുഡ് കഴിച്ച് നമ്മൾ റെസ്റ്റ് എടുക്കാൻ പോവാണ് കേസ്. അപ്പോൾ ഫുഡ് നല്ല അടിപൊളി നാടൻ ചോറും മീൻ പൊള്ളിച്ചതും പിന്നെ എന്തായിരുന്നു കൂന്തൽ റോസ്റ്റ്, കൂന്തൽ റോസ്റ്റ്, ഞണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പായസം, ഗുലാബ് ജാം അടക്കം ഞാൻ ചോറ് നിന്നിട്ട് തിന്നാൻ പോവാണ് കേസ്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ലോങ് വീഡിയോ ആണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ പോണത് എങ്ങനെയാ വെച്ചാൽ കൊച്ചുപ്പാൻ്റെ ബ്രോഡ് ഷോപ്പിലേക്കാണ് നമ്മൾ പോണത് ഗൈസ്. ഇനി അവിടുന്ന് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ, പോണത് കൊച്ചുപ്പാൻ്റെ ബ്രോഡ് ഷോപ്പിലേക്കാണ് നിങ്ങൾ കാണുന്നത്. ഫ്രണ്ട് ഭാഗം ആ ഭാഗത്താട്ടോ. ഇത് കിച്ചണ്, അപ്പോൾ കൊച്ചുപ്പാൻ്റെ റൂം അതിനുള്ളിൽ ഇങ്ങനെ ാണ്. ചോരെ ഇതാട്ടോ കൊച്ചുപ്പാൻ്റെ ബ്രോഡ് ഷോപ്പ്. ദിസ് കൊള്ളി കയറാം. ഇതാട്ടോ മോള്, സെക്കൻഡ് ഫ്ലോറാണിത്, കണ്ടല്ലേ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കണം. ബ്രോസ്റ്റ് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം കേസ്. രാത്രിയാണ്, താഴത്ത് കറങ്ങാം കേസ്. ഓക്കെ, ഇത് അപ്പോൾ നിങ്ങളിപ്പോൾ ഇടുന്ന ഒരാളെ കാണും. ഞാൻ ഫിഷ് വ്ളോഗിലൊക്കെ ചില ഒരു മീനിൻ്റെ വ്ളോഗ് ഉണ്ട്, അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മുജിക്കാക ഇവിടുത്തെ ഡെലിവറി നല്ല ബിസിയാണ് ഗൈസ്. ഇവിടെ മുജിക്കാക ഗൈസ്, നിങ്ങൾ മുജിക്കാത ബ്രോസ്റ്റ് ഇതാ ഡെലിവറി ചെയ്യാണ്ട് പോകാൻ കേട്ടോ. ഇവിടെ മുജിക്കാകും പിന്നെ കൊച്ചുപ്പൊക്കെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഗൈസ് ഇതാ നല്ല മഴയത്താണ് ഡെലിവറി ചെയ്യുന്നത്. പിന്നെ ഇതാ ഷോപ്പിന് പേര് അൽ ഫറൂജ് എന്നാണ്, ഷിഫയിലെ അൽ ഫറൂജ് ആണ് ഗൈസ്. പിന്നെ ഈ ഷോപ്പ് നല്ല തിരക്കുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. ഓക്കെ, പിന്നെ മുജിക്കാത ഡെലിവറി ചെയ്യാൻ പോവാണ് കാറിൽ. ഓക്കെ, ഈ ഒരു ചെറിയ കുറച്ച് ഭാഗത്തായിട്ട് വെള്ളമൊക്കെ കെട്ടിയെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഇത് കണ്ടോ, ബ്രോസ്റ്റ് നമ്മൾ തിന്നുന്ന സമയം പൊള്ളി അടിപൊളി വെറൈറ്റി വേറെ ലെവൽ ബ്രോസ്റ്റാണ്. അതിൻ്റെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ വേറെ ലെവൽ, ഞാൻ അത്ര കഴിക്കാത്ത വേറെ ലെവൽ ടേസ്റ്റി ഫ്രഞ്ച് ഫ്രൈസൊക്കെ കണ്ടോ. ഗൈസ് നമ്മൾ റിയാദിൽ നിന്ന് ദമാമയ്ക്ക് എത്തിയിരിക്കുകയാണ്. നല്ല ഉറക്കശയുണ്ട്. പിന്നെ ഗൈസ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ടൈമിൽ നമ്മൾ ഓരോ സ്ഥലത്താലോ, അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അത് നമ്മൾ ആസ്വദിക്കണം ഗൈസ്. പിന്നെ ആസ്വദിച്ച് പിന്നെ കാണുമ്പോൾ നമുക്ക് അതൊരു ഓർക്കാനൊരു സംഭവമായി മാറും. അത് ഉപ്പാടുമ്മാൻ്റെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്.
അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവിടെ കൊച്ചുപ്പാൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചുപ്പാടെ ഫ്രണ്ട്സ് ഉച്ചകത്തെ ഫുഡൊക്കെ മേടിച്ച് നിങ്ങൾ കണ്ടല്ലോ, ഞണ്ട് ഫ്രൈ, പിന്നെ നമ്മളെ മീൻ പൊള്ളിച്ചതൊക്കെ വേറെ ലെവൽ ടേസ്റ്റ് ചെയ്യുന്നു. അവരോട് ബിഗ് താങ്ക്സ്. ഓക്കെ, അവരൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്താൻ പോവാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ബെല്ലൈക്ക് ഉണ്ടാവുമോ ഓൾ ഓപ്ഷൻ മറ്റേ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കലാണ്. അപ്പോൾ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ടാർഗറ്റ് 1K ഇത് പാർട്ട് 9 പാർട്ട് 10 കാണാം. പിന്നെ ഗൈസ് ഇൻസ്റ്റാഗ്രാമിൽ പോയി ഫോളോ ചെയ്യുക, ഫാസ് ഇബ്രാഹിം എന്നാണ്. ഫോളോ ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ടാറ്റ. അപ്പോൾ ഒന്ന് ഉറങ്ങണം ഗൈസ് സുഖമായിട്ട്. അപ്പോൾ ബൈ ടാറ്റ, അസ്സലാമു അലൈക്കും.